കടലിൽ വീണ കണ്ടെയ്നറിൽ കുടുങ്ങി മലപ്പുറം താനൂരിലെ മത്സ്യത്തൊഴിലാളികളുടെ വല പൂർണ്ണമായി നശിച്ചു. തൃശൂർ ചേറ്റുവ കടലിൽ വെച്ചാണ് വല കണ്ടെയ്നറിൽ കുടുങ്ങിയത്. 25 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണുണ്ടായത്. ബാങ്കിൽ നിന്നടക്കം വായ്പയെടുത്താണ് പുതിയ വല വാങ്ങിയതെന്നും നഷ്ടപരിഹാരം ലഭിച്ചില്ലെങ്കിൽ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. അപകടത്തിൽപ്പെട്ട കപ്പലുകളിലെ കണ്ടെയ്നർ അടക്കമുള്ള വസ്തുക്കൾ പൂർണ്ണമായി നീക്കാത്തത് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതിസന്ധിയായി തുടരുകയാണ്. ഞാനുള്ളത് മലപ്പുറം താനൂരിലെ ഒരു തീരദേശ മേഖലയിലാണ്. എൻ്റെ കൂടെ ഒരു പറ്റം മത്സ്യത്തൊഴിലാളികളുണ്ട്. അവരുടെ ഒരു വേദനയുടെ കഥ പറയാനാണ് ഇവർ നമ്മോടൊപ്പം ഒരുമിച്ച് കൂടിയത്. ഈ കഴിഞ്ഞ ദിവസം അവരൊരു മത്സ്യബന്ധനത്തിനായി കടലിൽ പോയിരുന്നു. ആ സമയത്ത് ഇവരുടെ വല പൂർണ്ണമായി നശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കപ്പൽ അപകടത്തിലുണ്ടായ കണ്ടെയ്നർ കടലിൽ വീഴുന്നൊരു സാഹചര്യമുണ്ടായില്ല. ആ കണ്ടെയ്നറിൽ കുടുങ്ങിയാണ് വല പൂർണ്ണമായി നശിച്ചതെന്നാണ് ഇവർ പറയുന്നത്. ആ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ശരിക്കും അന്ന് സംഭവിച്ചത്? നമ്മൾ പൊതുവെ പണിക്ക് പോണ മാതിരി കാലത്ത് ഒരു 4 മണിക്ക് നമ്മൾ ഇവിടുന്ന് ബോട്ട് പൊന്നാണയ്യിൽ നിന്ന് തള്ളിയാണ്ട് പണിക്ക് പോയതാണ്. അപ്പോൾ മീൻ കണ്ടപ്പോൾ 10:31 നോർത്ത് എന്നുവെച്ചാൽ ചാവക്കാടിൻ്റെ ചേറ്റുവേൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ എത്തിയപ്പോൾ മീൻ കണ്ടപ്പോൾ നമ്മൾ വല കോരി നമ്മൾ റോപ്പ് എടുക്കണ ഒരു സംവിധാനം ഉണ്ട്. ആ റോപ്പ് എടുക്കുന്ന ടൈമിൽ റോപ്പ് നല്ല ടൈറ്റായിട്ട് എടുക്കണവർക്കായി എടുക്കാൻ ബുദ്ധിമുട്ടായി. ആ ടൈമിൽ പിന്നെ നമുക്ക് റോപ്പ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ അടുത്തുള്ള വള്ളക്കാരെ, നമ്മളെ നാട്ടിലുള്ള വള്ളക്കാരെ ഒരു 5-6 വള്ളക്കാർ വന്നിട്ടാണ് നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. ആ ഒരു രക്ഷപ്പെടുത്താൻ വരുന്ന ടൈമിൽ നല്ല കാറ്റും മഴയും അതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കണ്ടെയ്നറിൽ കുടുങ്ങിയിട്ടാണ് ആ അപകടം സംഭവിച്ചത്. ആ കണ്ടെയ്നർ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് അത് പൊന്തിക്കാനോ ഇതാക്കാനോ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയാണ്. നല്ല കാറ്റും നല്ല മഴയാണ് അതിന്. അപ്പോൾ നമ്മൾ ഈ റോപ്പ് വെച്ച് നമ്മൾ എല്ലാത്തിലും വള്ളത്തിലുള്ള കൂടുതൽ ആളുകൾക്ക് അപകടങ്ങളുണ്ടാകും. അത് വേറൊരു ഇതിലേക്ക് മാറും. അത് വിചാരിച്ച് നമ്മൾ റോപ്പിന് വലക്ക് കത്തിവെച്ച് മൊത്തം ഒഴിവാക്കാൻ ചെയ്തതിന് നമ്മൾ 10-25 ലക്ഷം റുപ്യേൻ്റെ വലാണിത്. ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് കുറച്ചായിട്ടുള്ളൂ. പുതിയ വലാണ്, നിങ്ങൾ കണ്ടാലറിയാം. അതിൻ്റെ പുതുക്കം മാറിയിട്ടില്ല. അപ്പോൾ 10-25 ലക്ഷം റുപ്യേൻ്റെ നഷ്ടം ഒക്കെ ഉണ്ട്. ഇനി ഞങ്ങൾ അങ്ങക്ക് വേറെ ഒരാളടുത്ത് കൈ നീട്ടി പോകാനോ ഒരു കടം വാങ്ങാനോ നമുക്ക് യാതൊരു മാർഗ്ഗമില്ല, ഒരു വഴിയും തെളിയുന്നില്ല. അപ്പോൾ സർക്കാർ ഇതിനു വേണ്ടി സർക്കാരിനോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. 40 കുടുംബങ്ങളുണ്ട്, പട്ടിണിയിലാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. എന്നാൽ നമ്മളെന്തെങ്കിലും കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ കടലിൽ പോകാൻ ചെയ്യണം. പക്ഷേ ഇങ്ങനെ ഓരോ അപകടങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ വീണ്ടും പട്ടിണിയിലേക്ക് പോകാൻ ചെയ്യണം. നമ്മൾ ചേറ്റുപോയ കോസ്റ്റൽ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ തെളിവ് കാര്യങ്ങളടക്കം നമ്മളത് അവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേമാതിരി ഇനിയിപ്പോൾ നമ്മൾ മറ്റുള്ള മേഖലയിലെല്ലാം പരാതി കൊടുക്കണം. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് തരണം ദയവ് ചെയ്ത്. ഞങ്ങളെല്ലാവരും പട്ടിണിയിലാണ്. ഉദ്യോഗസ്ഥ മേഖലയിൽ നിന്ന് ആരും നമ്മളെ സമീപിച്ചിട്ടില്ല. പിന്നെ പാർട്ടിക്കാർ നമ്മളെ വന്ന് സന്ദർശിച്ച് പോയിട്ടുണ്ട്. അതവരെ പാർട്ടിക്കാർ തീരുമാനം, അവരെടുത്ത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ തീരുമാനം എടുത്തിട്ട് പറയുമെന്ന് പറഞ്ഞു. ലീഗിൻ്റെ നേതാക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. മറ്റാരും ഇവിടെ ഈ മേഖലയിൽ സന്ദർശിച്ചിട്ട് പോലില്ല. ഇത് തന്നെയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. കാരണം 25 ലക്ഷം രൂപയുടെ നഷ്ടമാണ്. ഇവരുടെ വല ആ ഒരു അപകടത്തിൽപ്പെട്ടതിന് ശേഷം പൂർണ്ണമായി നശിച്ചു. വലിയൊരു വേദനയിലാണ്, പട്ടിണി പാവങ്ങളാണ്. ഈ ഒരു അവസ്ഥ സർക്കാർ മനസ്സിലാക്കണമെന്നാണ് ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ജിത്തു വട്ടത്തിനൊപ്പം യൂനസ് അഹമ്മദ്, മീഡിയ 1, തിരൂർ.